ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. അനീഷേട്ടന്റെ മനസ്സ് കീഴടക്കിയ രംഭയും കൂടി ഇപ്പോ ഒരു ഡീല് വെക്കുന്ന കാഴ്ചയാണ് കേട്ടോ ലൈവിനകത്ത് കണ്ടത്. അനീഷേട്ടന്റെ മനസ്സ് കീഴടക്കിയ രംഭ ആരാണെന്ന് നിങ്ങൾക്കറിയാം, ആദിലയാണ്. ആദിലയും അനീഷും കൂടി ഡീല് വെക്കുകയാണ്. ഞാൻ കൈ തരാം, അനീഷേട്ടൻ തല തരണം. അനീഷേട്ടൻ തല കൊടുക്കുമ്പോൾ ആദില കൈ കൊടുക്കും, കാല് കൊടുക്കും. അങ്ങനെയൊക്കെ ഡീല് വെച്ചോണ്ടിരിക്കുകയാണ്. പാവയുടെ കേട്ടോ, ഈ ഒരു ടാസ്കിന്റെ പാവയുടെ ആ ഒരു സാധനങ്ങളാണ്, ബോഡി പാർട്സ് ആണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഡീല് കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അനീഷ് വാഷ്റൂമിനകത്തേക്ക് കയറിപ്പോവും, അതിലെ ഓരോ സാധനം വേണമെന്ന് പറയുമ്പോൾ അനീഷ് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അത് എടുത്ത് കൊടുക്കും. കാരണം അകത്താണ് വെച്ചിരിക്കുന്നത്, ഈ ഒരു ഷർട്ടിനകത്താണ് അനീഷ് അത് വെച്ചിരിക്കുന്നത്. ചിലതൊക്കെ കാർഗോ പാന്റിന്റെ പോക്കറ്റിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വാഷ്റൂമിനകത്തേക്ക് കയറിപ്പോയി അതെടുത്ത് ഒരു കൈ അകലത്ത് നിന്നിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഒന്നല്ല, 2 കൈ അകലത്ത് നിന്നിട്ടാണ് കൊടുക്കുന്നത്. കാരണം വിശ്വാസമില്ല, ഇപ്പോഴും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല. പക്ഷെ ഈ രീതിയിലൊരു കളി അവിടെ കളിക്കുന്നുണ്ട്, ഡീല് കളിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഇത് ആർക്കും ഒരു ദ്രോഹവും ഇല്ലാത്തൊരു ഡീലാണ്, രണ്ടുപേർക്കും ഗുണമുള്ളൊരു ഡീലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ, പലർക്കും പലതാണ് കിട്ടിയിരിക്കുന്നത്. ചിലർക്ക് തല കിട്ടി, ചിലർക്ക് കൈ കിട്ടി, ചിലർക്ക് കാല് കിട്ടി. അപ്പൊ ഇതെല്ലാം അസംബിൾ ചെയ്ത് ഒരു ഡോളായിട്ട് ബിഗ് ബോസ് കൗണ്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇപ്പോ വേറെ വേറെ ബോഡി പാർട്സ് ഉണ്ട്, എനിക്ക് ഇന്നതുണ്ടെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പോയിന്റ് തരത്തില്ല. അപ്പോൾ ഒരു ഡോളായിട്ട് തന്നെ അസംബിൾ ചെയ്ത് കൊടുക്കണം ബിഗ് ബോസിന്, എന്നാൽ മാത്രമേ പോയിന്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അനീഷ് അതിലെ ഈ രീതി സഹായിച്ചത്. അനീഷിനാണ് ഇഷ്ടം പോലെ കിട്ടിയത്. അനീഷാണ് ഈ ടാസ്ക് ജയിച്ചതെന്ന് തോന്നി. 2 റൗണ്ടും അനീഷാണ് ജയിച്ചതെന്ന് തോന്നുന്നു. കാരണം അനീഷ് അവിടെ തന്നെ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു, അത് എടുത്തോണ്ട് ഓടുന്നതായിട്ട് ഒന്നും കണ്ടില്ല. അവസാന നിമിഷം വരെ അവിടെ നിന്ന് പോരാടിയ ഒരു പ്ലെയർ ആയിരുന്നു അനീഷ്. പിന്നെ ഉണ്ടല്ലോ, ആദ്യം ഇതൊരു കവറിന്റെ അകത്ത്, പ്ലാസ്റ്റിക് കവറിന്റെ അകത്ത് ആക്കിയിട്ടാണ് കൊണ്ട് നടക്കുന്നത്. എനിക്കൊന്ന് 100 അതിന്റെ അകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അനീഷിനെ ഷാനവാസ് കഴിക്കാനായിട്ടൊക്കെ വിളിക്കുന്നുണ്ട്, അവരെല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനീഷ് പോവാതെ നിൽക്കുകയാണ്. അനീഷ് എന്തുകൊണ്ടാണ് പോവാതെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീല് നടക്കുന്നതുകൊണ്ടാണ്. ഷാനവാസ് ഒത്തിരി തവണ വിളിക്കുന്നുണ്ട്, അനീഷെ ബാ കഴിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷെ അനീഷ് പോകുന്നില്ല, ഡീല് വെച്ചോണ്ടിരിക്കുകയാണല്ലോ. ഡീലാണോ ഭക്ഷണമാണോ വലുത്? കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.